ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് സൗമ്യ. നമ്മൾ പാർട്ട് 1 കട്ട് ചെയ്ത് വെച്ചിരുന്നതാണിത്. നമുക്കിത് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നെക്കിൻ്റേത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 4 എണ്ണം കട്ട് ചെയ്തെടുക്കണമെന്ന്. അത് നമുക്ക് എങ്ങനെയാണ് ഈ ക്യാൻവാസ് പേപ്പർ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടിയടിക്കുക. ഇത് നെക്കിനുള്ളതാണ്. നമുക്കിത് ചെറുതായതുകൊണ്ട്, അല്പം വലുതാണെങ്കിൽ നമുക്കൊരു പീസ് മതിയായിരുന്നു. ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ 2 എണ്ണം കൂട്ടിയടിച്ച് ഒരു പീസാക്കുകയാണ്. നമുക്ക് ഒന്ന് പതിച്ചടിക്കാം. ഇങ്ങനെയാണ് പതിച്ചടിക്കുന്നത്. ഈ ലൈനിനോട് ചേർന്ന്, നമ്മൾ തയ്ച്ചതിനോട് ചേർന്ന് ഒരടിയും കൂടെ അടിക്കും. നമ്മളിതുപോലെ പതിച്ചടിച്ച് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കഴുത്തിൻ്റെ സ്റ്റിപ്പ് വെക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. മിഡിൽ പോയിൻ്റ് വെച്ചിട്ട് ഇതിന് മിഡിൽ പോയിൻ്റ് ഒന്ന് ഒരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ച് നമ്മൾ ഈ നെക്ക്, നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് 7 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് 7 എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്ത് 7 വയ്ക്കുക. അവിടെ നമുക്കൊരു പൊട്ടുസൂചി കുത്തി കൊടുക്കാം. ഇവിടുന്ന് ഈ പോയിന്റിൻ്റെ ഇവിടെ നിൽക്കണം. 3.5. നമ്മൾ 7 ആണല്ലോ നെക്ക് എടുത്തത്. 3.5 അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്ന് 7ൻ്റെ ഇവിടെ നേരെ പിടിക്കുക. നല്ല നീറ്റായിട്ട് കിട്ടുന്നതിനും കറക്റ്റായിട്ട് കിട്ടുന്നതിനും നമ്മളിങ്ങനെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നെക്കൊരൽപ്പം ചെറുതായി പോകും, അളവും തെറ്റിപ്പോകും. അതിന് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് കിട്ടും. മുട്ടുസൂചി കുത്തിവെക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് മുട്ടുസൂചി കുത്തിവെച്ചതാണ് ചെയ്യുക. കാരണം ഇത് തെന്നിപ്പോയാൻ ചാൻസ് ഉണ്ട്. തെന്നിപ്പോയാൽ നമുക്ക് നെക്ക് ചെരിഞ്ഞു പോവുകയും ചെയ്യും, ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനൊന്ന് വെച്ച് കൊടുത്തിട്ട്, ഇത് പശയുള്ള ക്യാൻവാസ് പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്ച്ച് വെക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ തേച്ചാലും മതി. ഇപ്പം ഞാനിത് തയ്ക്കുന്നേ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മളിപ്പം നെക്ക് ഇതിലോട്ട് ചേർത്ത് തയ്ച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സൈഡിലുള്ളതൊക്കെ മുറിച്ച് മാറ്റാം. ഇതുപോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ അല്പം നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ചേർത്ത് ഇങ്ങനെ ഒന്ന് തയ്ക്കുക. നമ്മൾ നെക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് റോങ് സൈഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇത് റോങ് സൈഡിൽ വെക്കണം. നല്ല വശം ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് മറ്റേത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ബാക്ക് നെക്കും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്ക് പോലെ തന്നെ, കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 മുറിച്ചെടുത്തത്. അപ്പോൾ ഒന്നാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ 2 ആയതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് ചേർത്ത് വെച്ചാണ് ഇത് ചെയ്തെടുത്തത്. മനസ്സിലായല്ലോ. ഇതിന് നമുക്ക് ചുരിദാറിൻ്റെ തുണിയിലേക്ക് ചേർത്ത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ മുറിച്ച് വെച്ച തുണിയുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കുക. ഫ്രണ്ട് ഭാഗം എടുത്ത്, ഫ്രണ്ടോ ബാക്കോ രണ്ടും ഒരുപോലെ തന്നെ നമ്മൾ വെട്ടിയിരിക്കുന്നത്. അതിൻ്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്യുക. മുമ്പേ നെക്കിന് മാർക്ക് ചെയ്തില്ല, അതുപോലെ തന്നെ ഇതിനും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം കണ്ടില്ലേ, ഇതിനെ നമ്മൾ കൊടുത്തിരിക്കുന്ന മിഡിലും ഇതിൻ്റെ മിഡിലും ചേർത്ത് വയ്ക്കുക. എന്നിട്ടൊരു മുട്ടുസൂചി കുത്തി കൊടുക്കുക.
നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് മുട്ട് സൂചിയൊക്കെ കുത്തി നല്ലതായിട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാം. കുറച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മുട്ട് സൂചിയുടെ ഒന്നും ആവശ്യമില്ല. ആദ്യമായിട്ട് തയ്ക്കുന്നവർ കഴിവതും മുട്ട് സൂചിയൊക്കെ വെച്ച് ചെയ്യുക. കാരണം ഇത് തെന്നിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് നെക്ക് അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ലൈനില്ലേ, ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ഈ തുണിയുടെ തൊട്ടടുക്കിൽ തന്നെ അടുത്തൂടെ തന്നെ അടിക്കുക. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനരികിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ അരികിൽ കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്യുക. ഇതാ ഇതുപോലെ നമ്മൾ ചുറ്റും കട്ട് ചെയ്തെടുത്തു, ഇതുപോലെ. ഇനി ഇതിന് ശേഷം ഇവിടെ നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കുക. കാരണം ഇതിൽ തിരിച്ചിടുമ്പോൾ നമ്മുടെ നെക്ക് നല്ല ഷേപ്പിന് വരില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് അല്പം ചരിച്ച് 1 ഇഞ്ച് വീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് അകത്തേക്ക് മടക്കാം. ഇതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് റെഡിയായി. അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് തൊട്ടരികിനൂടെ തന്നെ, ഒത്തിരി അകന്നു പോകരുത്, തൊട്ടരികിനൂടെ തന്നെ ഒരേ ലൈനിൽ അറ്റം വരെ ചെല്ലുന്നത് പോലെ വേണം അടിക്കാൻ. അപ്പോഴേ നല്ല ഭംഗി ഉണ്ടാകുന്നത്. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് നെക്ക് റെഡിയായി കഴിഞ്ഞു. യു ഷേപ്പ് നമ്മൾ ചെയ്തത് കണ്ടോ? നല്ല നീറ്റായിട്ട് അടിച്ചില്ലെങ്കിൽ ഇത് ചരിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ഷേപ്പ് പോലെ വരില്ല, വേറെ ഒരു ഷേപ്പ് വരത്തുള്ളൂ. അതുകൊണ്ട് നല്ലതായിട്ട് മുട്ട് സൂചിയൊക്കെ കുത്തി നമ്മൾ നീറ്റായിട്ട് ചെയ്തത് കൊണ്ട് കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയത്. ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. നമുക്കിതുപോലെ തന്നെ ബാക്ക് നെക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ തിരിച്ച് ഇങ്ങനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മളിപ്പം തയ്ക്കരുത്, ഇത് പിന്നീട് തയ്ക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കാൻ പോവുകയാണേ, ഫ്രണ്ടും ബാക്കും ഇത് തെറ്റിപ്പോകരുത്. ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും ചേർത്ത് പിടിക്കുക. നമ്മൾ ഫ്രണ്ട് തയ്ച്ചിട്ടുണ്ട് കണ്ടോ, ഷോൾഡറാണ്. ഷോൾഡർ രണ്ട് ഭാഗത്തിൻ്റെയും കൂടെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഈ ബാക്കിൻ്റെ നെക്കിൻ്റെ നമ്മൾ തയ്ച്ചിട്ടില്ലല്ലോ, ഇങ്ങനൊന്നും വെച്ച് പ്രസ് ചെയ്തതല്ലേ ഉള്ളൂ, അത് ഇങ്ങോട്ട് ബാക്കിലേക്ക് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ? എന്നിട്ട് ഇവിടെ ഒരു മുട്ട് സൂചി മുത്തി കൊടുക്കുക, ഇത് പോവാതിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നെക്കുകൾ തമ്മിൽ പിടിക്കുക. ഇത് ഫ്രണ്ട് നെക്ക്, ഇത് ബാക്ക് നെക്ക്. ബാക്ക് നെക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മുഴുവട്ട് ചേർത്ത് വയ്ക്കുക. നല്ലപോലെ ചേർന്നിരിക്കണം. ഒരു പിന്നു കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇത് പോകാതെ നോക്കണം, ഇതുപോലെ തന്നെ വേണം തയ്ച്ചെടുക്കാൻ. നമ്മൾ തയ്ച്ചിട്ടുണ്ട്.
കണ്ടോ? നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട നെക്ക്, ഷോൾഡറിൻ്റെ ആ ഭാഗം ഇങ്ങനെ വരും. കണ്ടോ? ഇങ്ങനെ വരും. രണ്ട് സൈഡ് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചുരിദാറിന് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാൻഡ് പിടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഹാൻഡിൻ്റെ അരികുവശം നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക. രണ്ടായിട്ടൊന്ന് മടക്കി തിരിച്ച് ഒരു തയ്യലൂടെ ഈ സൈഡിൽ കൊടുക്കുക. രണ്ട് ഹാൻഡിൻ്റെ അരികു നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു പോയിൻ്റ് കൊടുക്കാം. എല്ലാത്തിനും പ്രത്യേകം ശ്രദ്ധിക്കണം. പോയിൻ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇല്ലേ മാറിപ്പോവും, നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയില്ല. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ ഷോൾഡർ ഇങ്ങനെ നല്ല വശം വയ്ക്കുക. ഈ പോയിൻ്റ് കണ്ടോ, നമ്മൾ കൊടുത്ത പോയിൻ്റ്, ആ പോയിൻ്റ് ഇങ്ങനെ വയ്ക്കുക കയ്യിലേക്ക്. നടുക്കുന്ന് മാത്രമേ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മൾ അടിക്കാവുള്ളൂ. സൈഡിൽ നിന്ന് നമ്മൾ ഹാൻഡിൻ്റെ സൈഡിൽ നിന്ന് അടിച്ച് തുടങ്ങി അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഒരു വശം കീറി ഒരു വശം ഇറങ്ങിയിരിക്കും. അതുകൊണ്ട് നമ്മൾ നടുക്കുന്നാണ് അടിച്ചു തുടങ്ങുന്നത്. ഈ ഹാൻഡ് വയ്ക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം, മിക്കവർക്കും തെറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് നടുക്കുന്ന് മാത്രം ചെയ്താൽ മതി, തെറ്റ് ഉണ്ടാകത്തേ ഇല്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാൻഡ് കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മൾ തിരിച്ചു തയ്ക്കും. ഈ തുണിയിലൊക്കെ കയറി പോകാൻ ശ്രദ്ധിക്കണം, അടിയിലെ തുണി. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് മാറ്റി പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ആ മിഡിലെത്തി അവിടുന്ന് തിരിച്ചിങ്ങോട്ട് തയ്ക്കുക. കണ്ട, നമ്മൾ ഹാൻഡ് തയ്ച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മിഡിൽ നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ രണ്ടും കറക്റ്റായിട്ട് തന്നെ വന്നത് കണ്ടോ, ഇങ്ങനെ വരും. ഇല്ലെങ്കിൽ ഒരെണ്ണം ഇറങ്ങി ഒരെണ്ണം കീറിയൊക്കെ പോകും. അപ്പോൾ നമുക്ക് കൈ പിന്നെ അളക്കുമ്പോഴും തയ്ക്കാനും പറ്റാതെ വരും. അതുകൊണ്ട് നടുക്കുമെന്ന് മാത്രം ഇങ്ങോട്ടും അങ്ങോട്ടും വീണ്ടും അവിടെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ചെയ്യുക. രണ്ട് ഹാൻഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് നെക്ക് ഒന്നടിക്കാം. നമ്മൾ ബാക്ക് നെക്ക് തയ്ച്ചില്ലായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് തയ്ക്കാം. നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാം. ഇവിടെ മുതൽ തയ്ച്ചു തുടങ്ങാം. ഒരു ലോക്ക് ഇടുക, തയ്യൽ വന്ന് അഴിഞ്ഞു പോകും. നമ്മൾ ചുരിദാറിൻ്റെ നെക്ക് രണ്ടും ശരിയാക്കി കൈയും വെച്ചു. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ വണ്ണം നമ്മൾ എഴുതിയിരുന്നത് 11. 11ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ 13 എടുത്തത്. അപ്പം നമുക്ക് ഷേപ്പ് വേണ്ടത് 11. ഇവിടെ നമ്മൾ 11 എടുക്കണം. അത് എങ്ങനെ അടപ്പെടുത്തുന്നത് കാണിച്ചു തരാം. ആദ്യം നമുക്കിതിൻ്റെ ടോട്ടൽ വണ്ണം പിടിക്കുക. 25 ആണ്. അതിൻ്റെ ഹാഫ് ആക്കുക. കണ്ടോ, കറക്റ്റായിട്ട് തുണി മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൃത്യം നടുക്ക് തന്നെ കിട്ടും. കണ്ടോ, കൃത്യം നടുക്ക്. ഇവിടുന്ന് നമ്മൾ 11 പിടിക്കുക.
കണ്ടോ 11. ഇതാണ് നമ്മുടെ വണ്ണം. ഈ വശത്തേക്ക് 11 അടയാളപ്പെടുത്തുക, ഈ വശത്തേക്കും 11 അടയാളപ്പെടുത്തുക. അതിനുശേഷം ഷേപ്പ് നീളം 13, ഇവിടുന്ന് 13 അടയാളപ്പെടുത്തുക. ഇനി അവിടുന്ന് വണ്ണം എത്രയാണെന്ന് നോക്കുക. 9.5. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ 11.5 എടുത്തത്. അപ്പോൾ നമ്മൾ 9.5 അടയാളപ്പെടുത്തുക. നമ്മൾ ഈ ഷേപ്പ് നീളം അടയാളപ്പെടുത്തില്ല, അതിന് നേരെയായിട്ട് പിടിച്ച് 9.5 അടയാളപ്പെടുത്തുക 2 വശത്തേക്ക്. ഇനി അടുത്തത് സ്ലിറ്റ് നീളം 19, അതെടുക്കുക. സ്ലിറ്റ് നീളം ഷോൾഡറിൽ നിന്ന് 19. അവിടെ നമുക്ക് വണ്ണം എത്രയാണെന്ന് നോക്കാം. സ്ലിറ്റിൻ്റെ വണ്ണം 10.5, കണ്ടോ 10.5. അവിടെ നമ്മൾ 10.5 അടയാളപ്പെടുത്തുക. 2 വശത്തേക്ക് നമ്മൾ 10.5 അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഹാൻഡ് എടുക്കാം. ഹാൻഡ് വണ്ണം എത്രയായിരുന്നു? ഉണ്ടോ, ഹാൻഡ് വണ്ണം എത്രയെന്ന് നോക്കാം. ഹാൻഡ് വണ്ണം 6.5. നമുക്ക് 6.5 അടയാളപ്പെടുത്താം. ഇവിടെ നമുക്ക് 6.5 കൊടുക്കാം. ഇവിടെ നമുക്ക് തെന്നി പോയിരിക്കാൻ ഒരു പിന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം. ഇവിടുന്ന് ഹാൻഡിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ സ്ലിറ്റിൻ്റെ അവിടുന്ന് ഈ മാർക്കെല്ലാം കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഷേപ്പ് വണ്ണത്തിലേക്ക്, അവിടുന്ന് മുകളിലേക്ക്, അവിടുന്ന് കൈക്ക്, ഇങ്ങനെ 2 വശത്തും ഇതുപോലെ അടയാളപ്പെടുത്തുക. അപ്പം നമ്മൾ 2 വശം ഷേപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് തയ്ക്കുന്നത് നോക്കാം. നമുക്കിത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമ്മളിങ്ങനെ വെക്കുക, തയ്ച്ചു കൊടുക്കുക, ഇതൊന്ന് ലോക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ ഈ ഭാഗം വരുമ്പോൾ നമ്മൾ ഏറ്റവും അടി വച്ച് സ്ലിറ്റില്ലേ, സ്ലിറ്റിൻ്റെ വണ്ണത്തിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ഈ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് പൊക്കിറ്റ് ഒന്ന് തിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഇത് തിരിച്ചടിച്ചു കൊടുക്കണം. സൂചി അവിടെ നിന്ന് എടുക്കരുത്, അവിടെ നിന്ന് എടുക്കാതെ തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചടിച്ചെടുക്കുക. ഒരൽപ്പം വണ്ണം കൂട്ടിയെടുക്കുക. നമുക്ക് വേണമെങ്കിൽ 2-3-4 തയ്യലൂടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വണ്ണം കൂടി അഴിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് 2-3-4 എണ്ണം കൂടെ അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞേക്കുവാണ്. ഇനി നമുക്ക് സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിവിടെ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, ആ ഇഞ്ച് നമ്മളിങ്ങനെ മടക്കുക. മടക്കി നമുക്ക് ഇത് സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റിൻ്റെ ഈ ഭാഗം വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സ്ക്വയർ പോലെ അടിച്ചു കൊടുക്കുക. ഇവിടെ സൂചി കുത്തി നിർത്തി ഇവിടുന്ന് തിരിച്ച്
ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഇവിടുന്ന് താഴേക്ക് നമ്മൾ മുമ്പേ മടക്കിയ പോലെ തന്നെ മടക്കുക. നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചതിന് ശേഷം തീരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നാലേ അതിൻ്റെ ആ ചുളിവ് മാറി സ്ലിറ്റ് നേരെ വരികയുള്ളേ. നമ്മളിവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക. കുത്തി നിർത്തി ഇത് തിരിച്ച് ഇങ്ങനെ ചെയ്യും. രണ്ട് സ്ലിറ്റും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചതുരം ഇവിടെ നിന്ന് വന്ന് കുത്തി നിർത്തി ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കുക. ആദ്യം തയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുക. പിന്നീട് നമ്മൾ ഇങ്ങനെ ഇട്ട് നല്ല വശത്തടിക്കുക. നമുക്ക് അടിഭാഗം അടിക്കാം. നമ്മൾ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞു. ഞാൻ നിവർത്തി കാണിക്കാം. അങ്ങനെ നമ്മുടെ ചുരിദാർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ നെക്ക് നമുക്ക് കൈകൊണ്ട് തന്നെ ഹെമ്മിങ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ലൈനിങ് വെച്ച് ചുരിദാർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതുവരേക്കും ബൈ.